ഹലോ ഫ്രണ്ട്സ്, മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശ്രീനഗർ മുതൽ ഡൽഹി വരയ്ക്കുമുള്ള ഒരു ഫ്ലൈറ്റ് യാത്രയാണ് ഗൈസ് നിങ്ങൾക്ക് ഇനി അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഫാമിലി ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കാശ്മീരിനോട് ഇവിടെ പറയുകയാണ്. ഇർഫാൻ രാവിലെ വന്നിട്ടുണ്ട്. സംഭവം എന്താ, ലഗേജ് സംഭവങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതായിട്ടുണ്ട്. നമ്മുടെ ഹോട്ടൽ സെൻറ്റർ പോയിന്റ്. ലഗേജൊക്കെ സംഭവം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയേണ്ടത്. പോവാം. പിന്നെ പോകാം. പിന്നെ പോവാം. സ്മാർട്ടായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഓണർ. ഓക്കെ, താങ്ക് യു. ഇർഫാൻ എന്താ റെഡി ആയിട്ടുണ്ട്. ബിസ്മി പറഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് പോലെ തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. രാവിലത്തെ വിഷ്വൽസാണ്. ചിനാർ മരങ്ങളാണ് ഇഷ്ടം പോലെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റും. നമ്മൾ ചെറിയൊരു പാർസലും കൂടെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. കാശ്മീരിലെ DQ ഗ്രിൽസ് ആൻഡ് ചിൽസ് ഇഷ്ടംപോലെ കടകളുണ്ട്. 11 മണി ആയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ സംഭവങ്ങൾ കിട്ടും. റൈസ് ഐറ്റംസിൽ സ്പൈസി ചിക്കൻ, സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ ഗ്രില്ല്, വെജ്, DQ ഗ്രിൽ ആൻഡ് ചിക്കൻ. മീഡിയം സൈസ് ഹാഫ് ഗ്രിൽ ചിക്കനാണ് സംഭവം. ഗ്രിൽ ചിക്കനല്ല, ഗ്രിൽ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫുഡ് സംഭവം വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, മീഡിയം സൈസ് ചിക്കൻ ബിരിയാണി. കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് മീഡിയം സൈസ് ചിക്കൻ ബിരിയാണി. നമ്മൾ കാശ്മീർ വന്ന സമയത്ത് വാങ്ങിച്ചാണ് നമ്മൾ ഫ്രൂട്ട് കസ്റ്റർഡ്. ശ്രീനഗർ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള ടോൾ ഗേറ്റ്. ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമ്മൾ ആദ്യം ടിക്കറ്റ് കാണിച്ച് ഡ്രൈവറിനും പാസഞ്ചേഴ്സിന് മാത്രമേ ആ ടോൾ ഗേറ്റ് കഴിഞ്ഞ് വിടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെക്യൂരിറ്റി ചെക്കിങ്, ഫസ്റ്റ് ഫേസ് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ ഇനി എയർപോർട്ടിലോട്ട് പോകണം. എയർപോർട്ടിൽ അസ്യൂഷ്യലായിട്ടുള്ള നോർമൽ ചെക്കിങ് കൂടെ ഉണ്ട്. ഫുൾ ചെക്കിംഗ് ആണ് ഇവിടെ. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ എല്ലാം അമ്മ പിടിച്ച് വാങ്ങിച്ച് വയ്ക്കും. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. കൂടുതൽ വണ്ടികളാകുമ്പോൾ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇവിടെയും സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. പോട്ടർമാരുടെ ശല്യമുണ്ട്. പൈസയൊക്കെ കൂടുതലൊക്കെ ചോദിക്കും. 100 രൂപ എല്ലാം കൊടുത്ത് കണ്ണും അടച്ചങ്ങ് കയറി അടുത്ത വണ്ടിയിലോട്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ട് റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേസ്. ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, ശ്രീനഗറിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ ഞാനെന്താ നമ്മുടെ ഇർഫാൻ ഭായി എന്താ പോകുന്നുണ്ട്. എല്ലായിടത്തും ഇതുപോലെ ആ വാഹനത്തിലാണെങ്കിൽ പട്ടാളക്കാരന്മാർ നിൽക്കുന്നുണ്ട്. ഫുള്ള് ചെക്കിംഗ് ആണ്. യാതൊരുവിധ ഉടായ്പ പരിപാടികളൊന്നും നടത്തില്ല. എയർപോർട്ട് ഇതാ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ എയർപോർട്ട്. എല്ലായിടത്തും ഫുൾ ചെക്കിംഗ് ഉണ്ട്. എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ലഗേജൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഇർഫാൻ തന്നെ സഹായിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പോട്ടർമാരിവിടെ ഉണ്ട്. പക്ഷെ അവന്മാർ തോന്നുന്ന പൈസ വാങ്ങിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ലഗേജൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇർഫാൻ തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ലഗേജ് എടുത്ത് വയ്ക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതാ വരുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയായി. തസുദ പോകുന്നുണ്ട്, മമ്മി ഡാഡി എല്ലാവരും ഇതാ പോകുന്നുണ്ട്. റയാൻ, ആർ യു ഓക്കെ? ഓക്കെ. ഇതാണ് നമ്മുടെ ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇൻ്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക്കും എല്ലാം ഒരേ സൈഡ് തന്നെയാണ്. നല്ല മഞ്ഞ് വീണ സമയത്ത് ഇവിടെ തറയിലെ കൂടെ ഒന്നും നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇവിടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം അകത്തോട്ട് പോകേണ്ടത്. ഓക്കെ, നമ്മൾ 2 മണിക്കൂർ മുമ്പേ വരണം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതാ നേരെ പോകുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ശ്രീനഗറിന് ഡൽഹി വരെ 6E2748 ആണ്. വെൽക്കം ടു ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന ബോർഡ് കൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അകത്തോട്ട് വന്നിട്ട് ഈ സൈഡിൽ ലഗേജ് സംഭവങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ്. ഓക്കെ, എയർപോർട്ട് ചെക്കിൻ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. സ്പൈസ് ജെറ്റ്, എക്സ്പ്രസ് എല്ലാം. നമുക്ക് ഇൻഡിഗോയിലാണ് പോകേണ്ടത്. ഇൻഡിഗോ ഫ്ലൈറ്റ് വന്നിട്ട് 6E2148 3:55. അപ്പോൾ നമുക്ക് ഇൻഡിഗോയ്ക്ക് ഒരു 3-4 കൗണ്ടേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇത് അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ.
നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് പാസഞ്ചർ ബോർഡിംഗ് പാസിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വരുന്നതേ ഉള്ളൂ. നമ്മൾ ചെക്കിംഗ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നേരെ ഡൽഹിക്ക് പോകാനാണ് പോകുന്നത്. 6E478 6E478 ഡൽഹി വരയ്ക്കാണ്. ഡൽഹി പോയിട്ടാണ് നമ്മൾ നേരെ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. 3:55 നമ്മുടെ ഫ്ലൈറ്റ്. സെക്യൂരിറ്റി ചെക്കിങ്ങും ഹാൻഡ് ലഗേജ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു. നമുക്ക് ഗേറ്റ് നമ്പർ 6 പോകേണ്ടത് എസ്കലേറ്റർ വഴിയും സ്റ്റെപ്പ് വഴിയും പോകാം. അപ്പോൾ നേരെ അങ്ങ് പോവാം. റെസ്റ്റോറൻറ്റ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതാ വരുന്നുണ്ട്. കമോൺ എല്ലാവരും റെഡിയാണ്. റയാൻ റെഡി, ചാടി. അപ്പോൾ കാശ്മീർ ട്രിപ്പെല്ലാം കഴിഞ്ഞ് കാശ്മീരിൽ തിരിച്ചു പോകാൻ വേണ്ടി പോകണം. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എങ്ങനെയുണ്ട്? തണുപ്പൊക്കെ ഉണ്ടോ? സൂപ്പർ. നസറിൻ, റയാൻ, ബ്യൂട്ടിഫുൾ റയാൻ. ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറേ ദൂരം നടക്കണം. നമ്മുടെ ശ്രീനഗർ എയർപോർട്ടിൻ്റെ ഇൻറ്റീരിയറാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ്, വാൽനട്ട്സ്, അതുപോലുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഗേറ്റ് നമ്പർ 6A, ഗേറ്റ് നമ്പർ 6. നമുക്ക് പോകേണ്ടത് ഗേറ്റ് നമ്പർ 6 ആണ്. ഇൻഡിഗോ ഫ്ലൈറ്റ്. ഷോപ്പിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് നോക്കാം. വെജ് സാൻഡ്വിച്ച് 250, വെജ് ഗ്രിൽഡ് സാൻഡ്വിച്ച് 350, അങ്ങനെയൊക്കെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ കൊള്ളാമോ? കഴി ഒരു സ്പൂണോണോ കഴി. ബിരിയാണി ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഗ്ലാസ് വാഷ് ചെയ്യാനല്ല. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 6E478 സോൺ 1 6ാമത്തെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി നേരെ ഡൽഹി. അപ്പോൾ നമ്മൾ നേരെ അതോട് കയറുന്നുണ്ട്. ബോഡി 25 മുകളിൽ 25 ഒരു റോയാണ് നമ്മുടെ. 25 16 ആയതേ ഉള്ളൂ. ഇങ്ങോട്ട് വയ്ക്കുമാ. ഓക്കെ നിൽക്കുകയാണ്. ഇപ്പം വരും. മമ്മി ഇതായിട്ടുണ്ട്. റയൻ നോക്ക്. റയൻ ഹലോ പറ. छोटे कॉस्ट thank you.
ഇതേപോലെ അങ്ങ് വെളിയിൽ ചാടി പോകാം. അത് മേഘ എന്തോ നോക്കടാ, റിസ് അറിയാൻ നോക്കടാ അങ്ങോട്ട്. ഒരു ബാഗ് എടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങാം. ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യം ഇറങ്ങാം. സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീനഗർ ടു ഡൽഹി വരയ്ക്കുമുള്ള ഫാമിലി വിത്ത് ഇൻഡിഗോ ഫ്ലൈറ്റ് യാത്രയാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഡൽഹിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? സൂപ്പർ യാത്ര. ബാബ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഓക്കെ,